നല്ലൊരു കാലാവസ്ഥ കിട്ടി. അപ്പോൾ സമയം പോയി, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം കൂടി മുറ്റത്ത് പണിയെടുത്തേനെ. നിറയെ കാടായിന്നേ. എന്തൊരു മഴയാണ്, 2 മാസമായിട്ട് മഴ തന്നെ. അതിന് തൊട്ട് മുന്നാണെങ്കിൽ ഒരു അമ്മയും കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു. അവരൊക്കെ ഉള്ളപ്പോൾ ഈ ഇങ്ങനെയുള്ള പണികളൊന്നും എനിക്ക് ചെയ്ത് നടക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അത്യാവശ്യം ഒന്ന് അടിച്ചു വാരിയ മുറ്റം എന്നൊക്കെ അല്ലാതെ പെട്ടെന്ന് അതുകൊണ്ട് കാട് കയറി മഴ വന്നപ്പോൾ അതിൻ്റെ പണികളിലായിരുന്നു. സൂര്യൻ ദാ അങ്ങ് അസ്തമിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടെയാ തമ്പുരാന്? അവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇനി അകത്ത് കയറി അടിച്ചു വാരി കുളിച്ച് സമയത്രേ? സമയം 5:30. പെട്ടെന്ന് പണികൾ ചെയ്യട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, മഴയ്ക്കൊരു മാറ്റം വന്നു തോന്നുന്നു അല്ലേ? ഒരു വെയിൽ കണ്ടു. ഇന്നലെയും അങ്ങനെ ആയിരുന്നു, നല്ല ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം മഴ പെയ്തു. ഇന്നലെ ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. കാരണം അംഗൻവാടിക്ക് ചുറ്റും കുറേ വൻ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഏരിയ അല്ലേ. മഞ്ഞക്കടമ്പ്, മരുത്, ഇങ്ങനെയുള്ള കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മിന്നൽ ചുഴലി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ എനിക്ക് പേടിയാണ്. കാരണം മരുതിനൊക്കെ നല്ലപോലെ ഇലക്കൊഴുപ്പ് വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് പോരാം നമ്മുടെ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക്. കുറേ അതിന് ഓടി നടന്നാൽ ഞാൻ ഒന്നും ശരിയായില്ല. അത് മുറിക്കാനുള്ള നടപടികളൊന്നും ആയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ മിന്നൽ ചുഴലി എന്നൊക്കെ പറയുമ്പോൾ ഭഗവാനെ, അതൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അംഗൻവാടി ഇല്ല, ഞാനും ഇല്ല, എൻ്റെ മക്കളും ഇല്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് നടന്നുള്ളൂ. കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഇന്നലെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമൊക്കെ ആയിരിക്കാം മഴ പെയ്തില്ല. പിന്നെ ഇന്നും രാവിലെ മഴയുണ്ടായി. പക്ഷേ എനിക്ക് പേടിയുണ്ടായി. കാരണം എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരിയും കൂടി ഉള്ളത് കൊണ്ട് ആൾക്ക് നല്ലൊരു മെൻ്റൽ കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അത് കാരണം എനിക്ക് പേടി തോന്നിയില്ല. രാവിലെ മഴ തുടങ്ങി, പക്ഷേ അത് ഏതാണ്ട് ഒരു 9:30 കൂടിയിട്ട് ഒക്കെ മാറിയിട്ടോ. പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു. അയ്യട നല്ല കാറ്റ് വരുന്നുണ്ട്. ഇതെന്താ കുഴപ്പമെന്ന് പറയുന്നത്, ഇത് പടിഞ്ഞാറൻ കാറ്റാട്ടോ വരണേ. അപ്പോൾ ഈ പടിഞ്ഞാറൻ കാറ്റ് അകത്തോടെ വന്നാൽ ഞാൻ അവിടെ അകം അടിച്ചു കൊണ്ടുവരുവാണെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ എന്തൊരു കുറുമ്പാ കാറ്റിനെന്നറിയോ. കാറ്റ് അത് അങ്ങനെ തന്നെ വീണ്ടും കിഴക്കോട്ട് കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് അകം അടിച്ച് വരികയാണെങ്കിൽ ഈ വാതിൽ അടച്ചിടണം, അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റ്. അത് 365 ദിവസം അതെ കേട്ടോ. നല്ല സുഖമാണ് അടുക്കളയിൽ ഈ ഉഷ്ണകാലത്തൊക്കെ കിടക്കാനായിട്ട്. വെറുതെ നിലത്ത് കിടക്കാനൊക്കെ നല്ല സുഖമാണ്. കാരണം ഇങ്ങനെ നല്ല കുളിർ തന്നെ എന്നൊക്കെ പറയും, ആ സംഭവം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ മുറ്റം നിറച്ച് കാടാണ്. ഞാൻ എന്നതെന്ന് അല്ല, 2-3 ദിവസം കിട്ടിയാൽ മതി. ഇപ്പം ഒരു ചെറിയൊരു എനർജിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസമൊക്കെ കിട്ടിയാൽ അതൊക്കെ വൃത്തിയാക്കാൻ പറ്റും. കാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇലകളൊക്കെ കാറ്റ് താടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇതൊന്നുമല്ല, ഇത് നിസ്സാരം. ഇനി നല്ല കാറ്റ് വരുവാണ്. എപ്പോഴും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവും. പിന്നെ കാറ്റ് ഇതിനേക്കാൾ കൂടുതലായിട്ട് കൂടുക ചെയ്യുക. അയ്യോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സേഫായിട്ട് ഒക്കെ ഇരിക്കുക. കാലാവസ്ഥ ഒക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം. ഈ പറഞ്ഞ പോലെ മിന്നൽ ചുഴലി സംഭവങ്ങളൊക്കെ. എന്നാലും വലിയ ദുരിതങ്ങളൊന്നും ഇത്തവണ നമുക്ക് കാലവർഷം സമ്മാനിച്ചില്ല അല്ലേ. അതൊരു സമാധാനം. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഡാമുകളൊക്കെ നമുക്ക് ഇതിനേക്കാൾ ഭീഷണിയായിട്ട് തോന്നാറുണ്ട്. ഇത്തവണ വലിയ ചെറിയ റെഡ് അലർട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറിപ്പോയി എന്ന് തോന്നുന്നു. എന്തായാലും പൊന്നിൻചങ്ങം പറഞ്ഞില്ലേ, ഇനിയിപ്പം കർക്കിടക മാസത്തിൽ അത്ര മഴ ഉണ്ടാവില്ല. ചിങ്ങത്തിൽ കന്നി ആകുമ്പോഴത്തേക്കും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാണ്ട് വരും. അതാണ് നമ്മുടെ കാലാവസ്ഥ. അപ്പോൾ മഴ മാറിയെന്ന് തന്നെ വിചാരിക്കാം. ഇനി ചെറിയ മഴകളൊക്കെ കിട്ടിയാലായി. എന്നാലും എല്ലാ കൊല്ലത്തേക്കാളും കൂടുതൽ മഴ കിട്ടിയിട്ടോ. ഇനി വെള്ളത്തിനൊരു ക്ഷാമം ആരും പറയില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വരാന്തയിൽ ആ തിണ്ണൽ എന്നാലുണ്ടല്ലോ, അക്കരെ എലഞ്ഞിപ്പാറ ഒരു വെള്ളച്ചാട്ടം ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും സഞ്ചാരികൾ ധാരാളമായിട്ട് വരുന്നൊരു സ്ഥലമാണത്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് രാത്രി നമുക്ക് പേടിയാവും. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത്ര സൗണ്ടാണ്. അത് ഇങ്ങോട്ട് മറുപടിച്ചാലേക്ക് ഇങ്ങോട്ട് നമ്മുടെ ഈ കുന്നത്തേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പം കാണാം ആ വെള്ളച്ചാട്ടം അക്കരെ കാടിൻ്റെ ഉള്ളിൽ പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത്. അങ്ങനെ ഈ ഒരു 3-4 വർഷം മുന്നോട്ടല്ലോ 2 പിള്ളേർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കയറിപ്പോയിട്ട് അവരെന്തിനോ കാട്ടിൽ കയറിയിട്ട് 2-3 ദിവസം അവർ കാടിൻ്റെ ഉള്ളിൽ തന്നെ കഴിച്ചു കൂട്ടി. അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ സർവത്ര ഡിപ്പാർട്ട്മെൻറ്റും കാടരിച്ച് പെറുക്കി
അവരെ പക്ഷെ കണ്ടു കിട്ടിയില്ല. അവർ പക്ഷേ വേറൊരു സ്ഥലത്ത് ചെന്നിറങ്ങി കാട്ടിൽ നിന്ന്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരെയും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ കടത്തി വിടാറില്ല.